പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടിഘോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവം. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. പൃഥ്വിരാജിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്റേതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആൾ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. അതിച്ചിരി കൂടുതലല്ലേ? അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല. വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ കുഞ്ഞിരാമ? എന്റെ പൊന്നു ചേട്ടാ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത് നിങ്ങൾ? ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്. കുരുതി തൊട്ടിങ്ങോട്ട് നോക്കിയാൽ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? അവന്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകള്, റൈറ്റേഴ്സ് എല്ലാം ചോദിച്ചു നോക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങള്. മൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. ഒന്നും അന്വേഷിക്കണ്ട. ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യം സാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനായിട്ട് പറ്റിയത് അങ്ങനെയൊക്കെ പറയാനാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം വീണ്ടും തെറ്റിട്ട് അടിക്കുന്ന ഒരുത്തന് ഒരക്ഷരം പോലും തെറ്റിയില്ല. അവ ഞാൻ ആദ്യം കാണുന്നത് അണ്ട കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ് ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത്. ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർത്ഥ്യമുള്ള ചെറുപ്പക്കാരൻ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നത് ഈ തരം ലൂസ് സ്റ്റോക്കിലൂടെ എനിക്ക് പോയി കിട്ടി. ഇപ്പൊ ഞാനൊരു ട്രോളറായിട്ടാണ് കാണുന്നത്. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. വരട്ടെ, വരട്ടെ.